ഇപ്പോൾ മിക്ക പ്ലെയേഴ്സിനും അറിയാത്ത ഒരു നമ്മുടെ പേരും കൊണ്ട് ഗെയിമിംഗ് ലോഗോ ഉണ്ടാക്കണം. ക്രോമിൽ പോവുക, പിന്നെ സെർച്ചിൽ പോയിട്ട് നമ്മൾ ഗെയിമിംഗ് ലോഗോ ആങ്കെ ഗെയിമിംഗ് എന്നടിയുക. അപ്പോൾ ഫസ്റ്റ് തന്നെ വന്ന വെബ്സൈറ്റിൽ കയറാം. പിന്നെ അടിയിലോട്ട് പോയിട്ട് ഫ്രീ ഫയറിന് ഫുട്ബോളിൻ്റെ എല്ലാത്തിൻ്റെ ഉണ്ട്. അടിയിലോട്ട് പോകുമ്പോൾ സീനോ എന്ന് പറഞ്ഞ ഇതുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള 10 വാൾപേപ്പർ ഉണ്ടാവും, അതിൽ നമുക്ക് ഇഷ്ടമുള്ള എടുക്കുക. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ആ ക്രിയേറ്റീവ്സ് എന്നും പറഞ്ഞ് ഇതിൽ നെക്കി കൊടുക്കുക. നെക്കുമ്പോൾ അവിടെ കുറേ നെയിം, മൂവ്, ഫോണ്ട്, കളർ, സൈസ്, സ്റ്റോക്ക്, ഷാഡോ, ഗ്രേഡിയൻ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ വരും. നെയിമിൽ നെക്കിയിട്ട് നിങ്ങളുടെ ഫ്രീ ഫയറിലെ നെയിം എന്താണെന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചെടുത്തിട്ട് നമ്മൾ ആഡ് നിൽക്കുമ്പോൾ മോളിൽ പേര് വരും. എന്നിട്ട് നമ്മൾ കളർ ജസ്റ്റ് വൈറ്റ് ആക്കി കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നനുസരിച്ചിട്ട് കളർ മാറ്റി കൊടുക്കുക. പിന്നെ മൂവ് റൈറ്റ് അപ്പ് ഡൗൺ നമ്പർ മൂവ് നിൽക്കുമ്പോൾ വരും. നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ എന്നിട്ട് റൈറ്റ് ആക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. പിന്നെ ഫോണ്ടിൽ പോകുമ്പോൾ പിന്നെ നമുക്ക് കുറേ ഇത് വരും. നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്ന റൂബിക് വെറ്റ് പെയിൻ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അത് ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരും. നമ്മൾ 7 മാറ്റിയിട്ട് ഒരു 10 അടിച്ചു കൊടുക്കുക സ്ട്രോക്കിൽ പോയിട്ട്. പിന്നെ ഷാഡോ പോവുക, 7 മാറ്റുക, ഓണാക്കുക, മാറ്റുക, 10 അടിക്കുക. പിന്നെ ഗ്രേഡിയൻറ്റിലും പോവുക, ഓണാക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷാഡോയിലെ മാതിരി ഇതാക്കാം. അവിടെ ഏരിയയിൽ സോറോയിൽ ഞാൻ റെഡും കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വന്നു. എന്നിട്ട് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് കുറേ ലോഡിങ് ഒക്കെ വരും. ലോഡിങ് ഡൗൺലോഡ് iOS എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ മോളിൽ ഫയൽ വന്ന് ഓപ്പൺ എന്ന് പറയും. നമ്മൾ നേരെ ഗാലറി പോവുക. ഗാലറി പോയിട്ട് ഗാലറി നോക്കുമ്പോൾ നമ്മുടെ ഈ വാൾപേപ്പർ ഗാലറിക്കകത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത പ്രാവശ്യം വരാം.